എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. ഞാൻ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഏറ്റവും കൂടുതൽ ഇരുന്നുള്ള ജോലികൾ ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ. കുറേ ആൾക്കാർക്ക് ഫുൾ ടൈം ഇരുന്ന് തന്നെയുള്ള ജോലികളുള്ളപ്പോൾ അവർ ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ് പൈൽസ് എന്ന് പറയുന്നത്. പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് നമ്മൾ പറയും. അതൊരു സ്വോളൻ ആയിട്ട്, അതായത് നീര് വന്നിട്ടുള്ളൊരു ബ്ലഡ് വെസലാണ്. അതേപോലെ ബ്ലീഡിങ് ഫ്രം ദ ഏനൽ ഏരിയ ഫ്രം ദ റെക്റ്റത്തിൽ നിന്നോ ഏനൽ ഏരിയ നിന്നോ ബ്ലീഡിങ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണത്. അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉണ്ടാവുന്നൊരു ഇഷ്യൂസാണ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ റെക്റ്റത്തിനകത്ത് വരുന്ന ഇൻഫ്ലമേഷനും അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടും, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ഏനസ് ആണ്. എന്തുകൊണ്ടിട്ടാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പൈൽസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ളൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് റെക്റ്റത്തിനകത്ത്. അത് 4 ഗ്രേഡിനകത്താണ് പൈൽസിനെ ഡിവൈഡ് ചെയ്യുന്നത്. പല ആൾക്കാർക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോയിട്ടാണ് സിവിയർ ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 4 ഗ്രേഡായിട്ട് അത് ഡിവൈഡ് ചെയ്തേക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ വളരെയധികം സ്വോളൻ ആയിട്ടുള്ള ഭയങ്കര ഇൻഫ്ലമേഷൻ ഉള്ള റെക്റ്റം, ചൊറിച്ചിലോ അല്ലെങ്കിൽ ഭയങ്കര വേദന ഉണ്ടാവും, മോഷൻ പാസ് ചെയ്യാൻ, അതായത് സ്റ്റൂൾ പാസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാറുണ്ട്. ഗ്രേഡ് 2 എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും, ഭയങ്കര ഇറിറ്റേഷൻസും ഭയങ്കര ബ്ലീഡിങ്ങും ഉണ്ടാവും, സിവിയർ പെയിനും ഉണ്ടാവും അവരുടെ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി അവർ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെയധികം പ്രഷർ കൊടുക്കേണ്ടി വരിക, കോൺസ്റ്റിപ്പേഷൻ പോലത്തെ ഇഷ്യൂസ് നല്ലോണം ഉണ്ടാവും. ഈ റെക്റ്റം ലുക്ക് ലൈക്ക് പ്രൊട്രൂഡിങ് ഔട്ട്സൈഡ്, അതായത് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥ കാണും. സിവിയർ പെയിനും സിവിയർ ബ്ലീഡിങ്ങും ഈ അവസ്ഥയിൽ ഉണ്ടാവാറുണ്ട്. ഗ്രേഡ് 4 എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി വന്ന ആ റെക്റ്റം വളരെയധികം എൻലാർജ്ഡ് ആവുകയും ചെയ്യുന്നു. അത് ഫിസ്റ്റുല എന്നുള്ളൊരു കണ്ടീഷനാണ് അതിന് വരുന്നത്. അത് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങും സഹിക്കാൻ പറ്റാത്തൊരു വേദന കണ്ടീഷനിലേക്കും വരും. ആ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമൽ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എഫക്റ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. അതിന് സർജറിയോ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് വേറെ ചെയ്യേണ്ടി വരും. ഇത് ഈ എല്ലാ കണ്ടീഷൻസും വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. അത് ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, പല രീതിയിലുള്ള ക്രീംസും ജെൽസൊക്കെ അവർക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനുള്ളത് വേദന റെഡ്യൂസ് ചെയ്യാനോ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനോ ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഗ്രേഡ് 3 and 4 എന്ന് പറയുന്നത് അതൊരു സർജൻ്റെ ഇൻ്റർവെൻഷൻ, അതായത് സർജൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇസ് നീഡഡ് ഫോർ ദാറ്റ്. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എത്രത്തോളം പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ടെന്നും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു സർജറിയിൽ ചിലപ്പോൾ അത് വന്ന് എൻഡ് ചെയ്യും. പക്ഷെ അതെന്നാലും അത് പിന്നെയും ഈ ഒരു സിറ്റുവേഷൻ വന്നുകൂടാന്നില്ല. ആയുർവേദത്തിലും ക്ഷാരസൂത്ര എന്നിട്ടൊരു പ്രോസസ്സ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗ്രേഡ് 1ഉം 2ലും ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാവുന്നതാണ്. ഗ്രേഡ് 3ലേക്കും 4ലേക്കും പോവാണ്ടിരിക്കാനായിട്ട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടിട്ടാണ് ഈ പൈൽസ് വരുന്നതിൻ്റെ കാരണം? മെയിനായിട്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് പാറ്റേൺ ഒരു വലിയ ഫാക്ടറാണ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ, ഡൈജഷൻ പ്രോപ്പറായിട്ട് ഇല്ലാണ്ടിരിക്കുക, വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം സ്ഥിരം കൺസ്യൂം ചെയ്യുക, ക്രോണിക് ആയിട്ടുള്ളൊരു കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻ വരിക, കുറേയധികം നേരം ഇരുന്നുള്ള ജോലികൾ, ലാക്ക് ഓഫ് എക്സസൈസ്. പിന്നെ ഈ ഇരുന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ IT പ്രൊഫഷണൽസ്, അതായത് സൈക്ലിങ്ങിന് പോകുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ്, എപ്പോഴും ഇരുന്നിട്ടുള്ള ജോലി, അവർ എണീക്കുന്നേ ഇല്ല, ഇരുന്ന് തന്നെയുള്ള ജോലി, അങ്ങനെയുള്ള ജോലികളിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ റെക്റ്റം ഹാർഡ് ആവാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. പിന്നെ വളരെയധികം ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയുന്നൊരവസ്ഥ, കേസസിൽ ഹെറിഡിറ്ററി ആവാം. പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസുകളും പലപ്പോഴും ഈ ഒരു കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാം. പിന്നെ സ്റ്റൂള് പാസ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് പോവാണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും കാരണവശാലോ തിരക്ക് കൊണ്ടിട്ടോ നമ്മളത് പിടിച്ചു വെച്ചിട്ട് സ്റ്റൂള് പോവാനായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസിലേക്ക് വന്ന് എത്തിക്കാറുണ്ട്. പിന്നെ വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലക്റ്റുലൻസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ ഇംപ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത നോൺ വെജ് ഫുഡ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നതാണ്. ഇന്ന് കറൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് സ്ഥിരമായിട്ട് വയറ്റിൽ നിന്ന് അഴിഞ്ഞു പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. അല്ലെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പെരട്ടാനായിട്ടുള്ള ജെല്ലോ അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് വരുന്നത് ഒരു ടെമ്പററി റിലീഫ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഓയിൽമെൻറ്റോ ക്രീമോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടേക്കുന്നത്. ഇതൊന്നും ഈ റൂട്ട് കോസ് എന്താണോ അതിനകത്ത് ചെന്ന് ക്ലിയർ ചെയ്യുന്നില്ല, അപ്പോഴത്തെ ഒരു ആശ്വാസം തരുന്നത് മാത്രമാണ്.
പലപ്പോഴും ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ നമുക്ക് നിവർത്തിയുള്ളൂ. ലൈഫ് സ്റ്റൈൽസിനകത്ത് മാറ്റം കൊണ്ടുവരണം എന്നുള്ള നിർബന്ധമാണ്, സ്ട്രെസ്സ് കുറയ്ക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർജറി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിസ്റ്റുല അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി വന്നേക്കുന്ന ആ ഒരു ഏരിയ അവർ കട്ട് ചെയ്ത് മാറ്റിയാലും പിന്നെയും അത് റെക്കറൻസ്, അത് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടാണ്ട് അത് ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇഷ്ടംപോലെ ആൾക്കാർ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പുറത്ത് പറയാൻ പറ്റാത്തതും പുറത്ത് പറഞ്ഞിട്ടും യാതൊരു റെമഡിയും ഇല്ലാത്ത പല സിറ്റുവേഷൻസും നമ്മൾ പലരുടെയും കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നല്ലതായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പൈൽസിനെ കൺട്രോൾ ചെയ്യാനും കെയർ ചെയ്യാനും പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എലമെൻറ്റ്സ് വെൽനെസ്സിൻ്റെ പൈൽ CC ടാബ്ലറ്റ്. CC എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് കെയർ എന്നുള്ളതാണ് അവർ മീൻ ചെയ്യണം. ഇത് പെയിൻ റെഡ്യൂസ് ചെയ്യാനും ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാനും സ്വെല്ലിങ്, രക്തത്തിലുള്ള സ്വെല്ലിങ്ങിനെ കുറയ്ക്കാനും അങ്ങനെ മൊത്തത്തിൽ ഒരു പൈൽസിനെ കൺട്രോൾ ചെയ്യാനും കെയർ ചെയ്യാനുമായിട്ടാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള കുറേ കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതൊരു പ്രൊപ്രൈറ്ററി ആയുർവേദ ഫോർമുലേഷൻ ഡിസൈൻ ടു റിലീവ് മൈൽഡ് ടു സിവിയർ പൈൽസ്. സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റ് ആവാൻ കാരണം ഇതിനകത്ത് ഹിരാബൂൾ എന്ന് പറയുന്ന അതൊരു തരം മരത്തിൻ്റെ പശയാണത്. ഈ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് അതിനുണ്ട്. രക്തത്തിനകത്തുള്ള ഇൻഫ്ലമേഷനെയും വേദനയും പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹിരാബൂൾ എന്ന് പറയുന്ന ഈ ഒരു ഹെർബൽ എക്സ്ട്രാക്റ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇത് കൂടാണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നീം സീഡ്സ്. നീം എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ അതിൻ്റെ സീഡ്, അത് ആൻറ്റി ബാക്ടീരിയലാണ്. ദാരു ഹൽദി, അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നാഗകേസർ, നാഗപ്പൂവ്, അതേപോലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ കണിക്കൊന്നയുണ്ട്, അത് ബവൽ മൊമെൻറ്റിന് വളരെ നല്ലതാണ്. വട്ടമന്താരം എന്ന് പറയും, കാഞ്ചനാർ എന്ന് പറയും, ത്രിഫല ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നീർക്കെട്ട്, അവിടെയുള്ള നീര് വയ്ക്കുന്നത് മാറാനും റെഗുലർ ആയിട്ടുള്ള ഒരു പോട്ടി ഹാബിറ്റ്, അതായത് റെഗുലറായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ കൂടെ വേറെയും കുറേ ഹെർബ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജലപപ്ര, കുർക്കൊന്ത, കർജു, ലജ്വാൻതിരി, എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടാവാടി. ഇതെല്ലാം ഈ ഒരു പ്രോഡക്റ്റിനെ എക്സലൻ്റ് ആക്കാനായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻസ് ആണ്. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് അതിനെ കംപ്രസ് ചെയ്ത് ഒരു ഫിലിമി കോട്ടിംഗ് ഉണ്ട്, അത് വളരെ ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് ഇങ്ങനൊരു മെത്തേഡിൽ അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടാബ്ലറ്റ് 2 പ്രാവശ്യം ആഫ്റ്റർ ഫുഡാണ് കഴിക്കേണ്ടത്. വളരെ സിവിയർ കണ്ടീഷനിൽ 2 ടാബ്ലറ്റ് 2 നേരം കഴിക്കാവുന്നതാണ് ആഫ്റ്റർ ഫുഡ്. ഒരു കണ്ടീഷൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈൻസ് ഓഫ് പൈൽസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാണ്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. റെഗുലർ യൂസ് എന്ന് പറയുമ്പോൾ ഇത് സ്ലോ ഡൗൺ ചെയ്യും, ഈ പൈൽസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അത് വളരെ സിവിയർ ആവാണ്ടിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ്. ഗ്രേഡ് 3ലേക്കും 4ലേക്കും പോവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ റെഗുലർ യൂസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും ഈ ഒരു പൈൽ TC ടാബ്ലറ്റ് ഇറ്റ്സ് വെരി സൂട്ടബിൾ ഫോർ ഗ്രേഡ് 1 and 2. ഗ്രേഡ് 1, 2, 3ലും വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബെറ്റർ റിസൾട്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എലമെൻറ്റ്സ് വെൽനെസ്സിൻ്റെ തന്നെ ഫുൾ ആൻഡ് ഈസി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒരു സാഷി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അത് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, കോൺസ്റ്റിപ്പേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ച് അഴിഞ്ഞ് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടെ ഹൈ ഫൈബർ ഡയറ്റ്, നമ്മൾ നല്ലോണം നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, കോഫി ടീയുടെ കുറേ അധികം കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ടു മച്ച് ഓഫ് സ്പൈസി ഫുഡിനെ അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും ഇത് ഗ്രേഡ് 4 എന്ന് പറയുന്ന കണ്ടീഷനെ ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞ് ആർക്കും കൊടുക്കരുത്. ക്യാൻസറോ അബ്സ്ട്രക്റ്റീവ് റെക്ടൽ കണ്ടീഷൻസിലോ സിവിയർ ആയിട്ടുള്ള ഫിസ്റ്റുലയിലോ ഈ ഒരു പ്രോഡക്റ്റ് ഗുണപ്പെടുന്നു പറഞ്ഞ് കൊടുക്കരുത്. അതിന് ഡോക്ടർ കൺസൾട്ടേഷൻ വേണ്ടതാണ്. അതേപോലെ ഏനൽ ക്യാൻസർ പോലത്തുള്ള സിറ്റുവേഷൻസിലും ഇത് മാറുന്നു പറഞ്ഞ് കൊടുക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുറത്ത് പെരട്ടാനായിട്ട്, അതായത് ഇമീഡിയറ്റ് എഫക്റ്റിന് വേണ്ടി എക്സ്റ്റേണൽ ഏരിയയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പൈൽസ് CC ക്രീം എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിൻ്റെ അതും വളരെ ഹെൽപ്ഫുള്ളാണ്. അത് ഏനസ് അല്ലെങ്കിൽ റെക്ടം ഏരിയയിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ്. അതിനൊരു ആപ്ലിക്കേറ്ററും കൂടെ അതിൻ്റെ കൂടെ അടങ്ങിയിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി നമുക്ക് എഫക്റ്റഡ് ഏരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് അത് പെരട്ടാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേറ്ററും കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ലോക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു റിലീഫ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. ഈ ക്രീം വളരെ യൂസ്ഫുള്ളാണ് 1st, 2nd, 3rd ഗ്രേഡിലും യൂസ് ചെയ്യാനായിട്ട്. ഈ ക്രീം ഒരു ലോക്കൽ കൂളിങ്ങും ഇച്ചിങ് ഇല്ലാണ്ടിരിക്കാനും ഇറിറ്റേഷൻസ് ഇല്ലാണ്ടിരിക്കാനും ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാപ്ചൻ എന്ന് പറയുന്ന ടീ ലീവ്സിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി വളരെ സൂത്തിങ് എഫക്റ്റ് തരുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. കപൂർ എന്ന് പറയുന്ന ഭയങ്കര കൂളിംഗ് എഫക്റ്റ് തരുന്നത്, അതേപോലെ ആൻറ്റി ഇച്ചിങ്ങും ആൻറ്റി മൈക്രോബൽ ആക്ടിവിറ്റി തരുന്ന ലജാലു എക്സ്ട്രാക്റ്റും ജെൻഡർ ഫ്ലവർ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിനകത്ത് വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തേക്കുന്നത് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ്.
ഈ പൈൽ CC ക്രീം വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനൊരു ആപ്ലിക്കേറ്റർ അതിൻ്റെ കൂടെയുണ്ട്. അത് ഈ നോസിലിനകത്തേക്ക് ഫിക്സ് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് എഫക്റ്റഡ് ഏരിയ, റെക്റ്റത്തിൻ്റെ എഫക്റ്റഡ് ഏരിയയിലേക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൃത്തിയായിട്ട് തുടച്ച് കഴുകി അത് സൂക്ഷിച്ച് വെക്കുക. അത് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്യാം. അതേപോലെ കുളിക്കണേന് അരമണിക്കൂർ മുമ്പ് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പൈൽ CC ടാബ്ലറ്റും പൈൽ CC ക്രീമും രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഇന്ന് പലരും അനുഭവിക്കുന്ന, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പൈൽസ് എന്ന് പറഞ്ഞ കണ്ടീഷന് വളരെ ഒരു ആശ്വാസം തരുന്ന 2 പ്രോഡക്റ്റുകളാണ്. അത് നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ബുദ്ധിമുട്ട് അവരുടെ ജോലിയെ പോലും ബാധിക്കുന്ന രീതിയിൽ എഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൈൽസ് CC എന്ന് പറയുന്നത് കെയർ ആൻഡ് കൺട്രോൾ ഓഫ് പൈൽസ് ആണ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് പൈൽസ് CC ടാബ്ലറ്റ് and Pile CC cream is very effective. Thank you.